പണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതായിട്ട് തോന്നുന്നു. സുധിച്ചേട്ടനെ പണ്ട് ഇങ്ങനെ കുടിക്കതല്ലേ, കടം മേടിച്ച് മറ്റേത് മേടിച്ച് മറിച്ചേ മേടിച്ചെന്ന് പറഞ്ഞു. ഓർമ്മയുണ്ടോ? അന്ന് ആരും ഇല്ലായിരുന്നു, ഞങ്ങൾ ഒറ്റയ്ക്കായിരുന്നു. അന്ന് ഫ്ലവേഴ്സിലെ നമ്മുടെ സ്റ്റാർ മാജിക്കിലെ കുറച്ച് സുധിച്ചേട്ടൻ്റെ കൂടെ ഉള്ളവർ മാത്രമേ ഉള്ളായിരുന്നല്ലോ. ഞങ്ങളുടെ വീട്ടുകാരും സുധിച്ചേട്ടൻ്റെ വീട്ടുകാരും ആരും ഇല്ലായിരുന്നു, ഞങ്ങൾ ഒറ്റപ്പെട്ട ഒരവസ്ഥയായിരുന്നു. രേണു ഇപ്പൊ നന്നായിട്ട് അങ്ങ് ഒതുങ്ങിയിട്ടുണ്ട്. രേണുവിന്റെ വലിയ വീഡിയോസോ വലിയ വിവാദങ്ങളോ ഒന്നും ഇപ്പൊ അധികമായിട്ട് വരുന്നില്ല. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ചെറിയ ചെറിയ പൊട്ടിത്തെറികൾ ഇങ്ങനെ കൊണ്ടുവന്നിടും. ഈ പറയുന്നത് സുധി എല്ലാവരും കൂടെ കുടിക്കുകയെന്നാ പറയുന്നത്, കടം എന്നുള്ള പേരിൽ. അപ്പൊ അന്ന് ഈ സുധി മരിച്ച സമയത്തൊക്കെ കുറെ വീഡിയോകൾ വൈറലായിരുന്നല്ലോ. ഇവർ കടം മേടിച്ചു, അതിന്റെ പേരിൽ രേണു തിരിച്ചു മറുപടി പറയുന്നതിന്റെയും സുധി സംസാരിക്കുന്നതൊക്കെ വന്നല്ലോ. അതെല്ലാം രേണുവിനെയും സുധിയെയും കുടുക്കിയതാണെന്നാണ് പറയുന്നത്. നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ എന്നാ പറയുന്നത്. നമുക്കൊന്നും അറിയത്തില്ല. അയ്യോ അയ്യോ, ആരെ പറ്റിയാണോ എന്താ പറയുന്നത്? എന്തായാലും നിങ്ങൾക്കറിയാമോ? എനിക്കറിയത്തില്ല. ഇങ്ങനെ അന്ന് കടം മേടിച്ചു, വളരെ വീഡിയോകളൊക്കെ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കുരുക്കിയതാണോ? കടം മേടിച്ചിട്ടല്ലേ? ഇപ്പോഴും കടം മേടിച്ചെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. നമുക്ക് വേറൊരു വീഡിയോ കാണാം. രേണു വളരെ വിഷമത്തോടെ സങ്കടത്തോടെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നമുക്കൊന്ന് കേൾക്കാം. രേണുസുതിയാണ്. ഞാൻ അങ്ങനെ ഒരു വീഡിയോസ് കണ്ടാലും അധികം പ്രതികരിക്കാത്തതാണ്. ഇന്ന് വേറൊരു വീഡിയോ ഞാനിന്ന് കണ്ടു. എൻ്റെ പടം വരച്ചാണ്, പുറകിലൊരു എലിപ്പട്ടിയൊക്കെ ഉണ്ട്. അതുപോലെ അതിൻ്റെ ഇടയിൽ വന്ന കമൻറ്റ് അവൾക്ക് അങ്ങനെ വേണം, അവൾ അങ്ങനെയാണ്. നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ്, എന്നെപ്പറ്റി എന്തറിഞ്ഞിട്ടാണ്? ഈ നെഗറ്റീവ് പറയുന്ന ആർക്കും എന്നെ അറിയില്ല. ഞാൻ എന്ത് സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്, ഞാനിപ്പോൾ ഏത് അവസ്ഥയിലാണ് പോകുന്നത്, അല്ലെങ്കിൽ എന്താണെന്നൊന്നും അറിയില്ല. വെറുതെ കളിയാക്കാൻ എല്ലാവർക്കും ഭയങ്കര മിടുക്കാണ്. എന്നെ നേരിട്ട് കണ്ട ആരും എന്തായാലും ഞാൻ എലിയാണെന്നോ പല്ലിയാണെന്നോ ഒന്നും പറയാറില്ല. ഇത് കലയെന്ന് പറയുന്നത് മറ്റുള്ളവരെ കുത്തി നോവിക്കാനുള്ളതല്ല. എനിവേ, നിങ്ങളൊരു നല്ല കലാകാരൻ. ചേച്ചിക്ക് നൊന്തു, ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഓരോരോ വീഡിയോകളൊക്കെ ഇറങ്ങിയപ്പോഴും അതിനകത്ത് കുട്ടി ഉടുപ്പിട്ടോണ്ടൊക്കെ ഇങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ വലിച്ചു വാരിയിട്ടുണ്ടൊക്കെ നടന്നപ്പോഴൊക്കെ ആലോചിക്കണമായിരുന്നു എന്നെ പറ്റി ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ വരുമെന്ന്. അങ്ങനെ ഒന്നുമില്ല. പോകുമ്പോഴും നടക്കുമ്പോഴും എങ്ങനെ ആയാലും പോവും. പിന്നെ വേറെ കുറെ വീഡിയോ ഉണ്ട്. നല്ല വീഡിയോകളും ഉണ്ട് കേട്ടോ. രേണു നന്നായിട്ട് ഒരുങ്ങി നല്ല രീതിയിൽ വരുന്ന വീഡിയോകളും ഉണ്ട്. പക്ഷെ ഒരുപാടും ബോഡി ഷേമിങ് അല്ല. നിങ്ങളുടെ ഫ്രണ്ട്സ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ആരാണ് പറഞ്ഞിട്ടില്ലേ, തപ്പി നോക്കിയാലേ കാണാൻ പറ്റൂ, അറിയാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സ്, അതായത് ചങ്കായിട്ട് കൊണ്ട് നടക്കുന്നവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തിനാ വേറെ ഉള്ളവരെ പറയുന്നത്? നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ പറയത്തില്ല. ഏത് സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത്? ഇപ്പൊ വളരെ സിറ്റുവേഷനിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത് എന്ന് നമുക്കൊക്കെ അറിയാം. നമ്മളൊരു സുഹൃത്തായിട്ട് നമ്മുടെ വീട്ടിൽ വന്ന് നിന്ന് സന്തോഷമായിട്ട് തിരിച്ചു പോയിട്ട് നമ്മളെപ്പറ്റി നെഗറ്റീവ്, അതും വെറും നെഗറ്റീവ്. എന്തുമാകട്ടെ, അത് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇനിയും പറയാണ്. അത് സത്യമാണേലും കള്ളമാണേലും അത് എൻ്റെ പേഴ്സണൽ കാര്യം. മനസ്സിലായോ? അത് ഇങ്ങനെ വൃത്തികേടായിട്ട് പറഞ്ഞു നടക്കുന്ന ആളുടെ അടുത്ത് ഞാൻ ഒരിക്കലും എനിക്കത് മനസ്സുകൊണ്ട് ക്ഷമിക്കാൻ പറ്റത്തില്ല. ഞാൻ കണ്ടിട്ട് മിണ്ടിയില്ല. അത് ഹനാനുമായിട്ട് ആദ്യം ഭയങ്കര അടുപ്പമായിരുന്നു. അതായത് രേണുവിന്റെ വീട്ടിൽ ചെന്ന് താമസിച്ചിട്ടുണ്ടെന്നൊക്കെയാ പറയുന്നത്. ഹനാനുമായിട്ട് നല്ല അടുപ്പം ഉണ്ടായിരുന്ന സമയത്ത്, ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്ന സമയത്ത് രേണുവിന്റെ പേഴ്സണൽ കാര്യങ്ങളെല്ലാം ഹനാനുമായിട്ട് ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഈ ഹനാനുമായിട്ട് കുറച്ചൊന്ന് ഫ്രണ്ട്ഷിപ്പ് ഇല്ലാതായപ്പം ഹനാൻ അറിഞ്ഞ കാര്യങ്ങൾ മുഴുവൻ സോഷ്യൽ മീഡിയയിൽ വന്നങ്ങ് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണ്. ഈ ബാംഗ്ലൂർ പോയതും അബോർഷൻ കേസും ആ കാര്യത്തെ പറ്റിയാണ് പറയുന്നത് ഇപ്പൊ രേണു. അതിന്റെ പേഴ്സണൽ കാര്യങ്ങളാണ്. രേണു ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത്, നെഗറ്റീവിലൂടെ വൈറൽ ആവാനായിട്ട് വന്ന് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ വളരെ ചെറുതായിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങളായാലും ശരി തന്നെ അത് ഇപ്പോ സമൂഹത്തില് സമൂഹ മാധ്യമങ്ങൾ, അതായത് റിയാക്ഷൻ ചെയ്യുന്നവരായാലും മാധ്യമ പ്രവർത്തകരായാലും എല്ലാവരും അത് ഡിസ്കസ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒക്കെ വരുമ്പോൾ അതെല്ലാം ഡിസ്കസ് ചെയ്യും. അതെല്ലാം സഹിച്ചേ പറ്റൂ. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഈ സോഷ്യൽ മീഡിയയിലൊന്നും വരാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം അങ്ങനെയുള്ള ഒരു സമയത്തൊക്കെ നടന്ന കാര്യങ്ങളെല്ലാം പൊങ്ങി വന്നു. അതിപ്പോ ഡിസ്കസ് ചെയ്തു. അതിപ്പോ അതിനിപ്പോ തെറ്റ് പറയേണ്ട കാര്യം എന്തോ? അങ്ങനെ പോയിട്ടല്ലേ, അങ്ങനെ ചെയ്തിട്ടല്ലേ. അതെന്റെ പേഴ്സണൽ ലൈഫാണ്. പിന്നെ പേഴ്സണൽ ലൈഫും കൊണ്ട് വീട്ടിൽ ഇരിക്കണമായിരുന്നു. അപ്പോഴും പിന്നെ ഒരു പ്രശ്നം വരത്തില്ല. സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നെഗറ്റീവ് ഇങ്ങനെ വിളമ്പിക്കൊണ്ട് നടന്ന് ഇങ്ങനെ വൈറലാവാൻ വേണ്ടിയിട്ട് ആരും എന്ത് വേണോലും പറഞ്ഞോളൂ, എന്നെ ആര് വേണോലും എന്ത് പറഞ്ഞോളൂ, എനിക്ക് ഒരു പ്രശ്നവും ഇല്ല, ഞാനും എന്തും പറയും, ആര് എങ്ങനെ പറഞ്ഞാലും എനിക്ക് പൈസ വേണം, എനിക്ക് വൈറലാവണം, അങ്ങനെ വിചാരിച്ച് നടക്കുന്ന ഒരാളല്ലേ രേണു. അപ്പൊ
ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കേൾക്കേണ്ടി വരും. അതിന് ദേഷ്യപ്പെട്ടിട്ടോ അല്ലെങ്കിൽ വളരെ ടെമ്പറായിട്ടോ ഒന്നും ഒരു കാര്യമില്ല. അവസരം ചോദിക്കോ? ഒരിക്കലും ഞാൻ ആരോടും അവസരം ചോദിക്കത്തില്ല. ഇങ്ങോട്ട് വന്നാൽ അഭിനയിക്കും, അത്രേ ഉള്ളൂ. അങ്ങോട്ട് പോകത്തില്ല. അഹങ്കാരം. ലാലേട്ടന്റെ അടുത്ത് പോലും അങ്ങോട്ട് പോയി അഭിനയിക്കില്ല. ഇങ്ങോട്ട് വന്നാൽ ഞാൻ അഭിനയിക്കും, അല്ലാതെ ആരോട് ഞാൻ ലാലേട്ടനോടോ മമ്മൂക്കയോടോ ആരോടും ഞാൻ ഒരു ചാൻസും ചോദിച്ച് പോവില്ല എന്ന്. അഹങ്കാരം. ഇത്തിരി ഒന്ന് അഹങ്കാരമൊക്കെ കുറഞ്ഞാണ്, പിന്നെ അഹങ്കാരമായി. പിന്നെ ലാലേട്ടനും മമ്മൂക്കയൊക്കെ അവസരം കൊണ്ട് കൂടെ വരുന്നുണ്ട്. ഇപ്പൊ വരും, ഒരുമിച്ച് ഇരുന്നോളൂ. എനിക്ക് ക്രിക്കറ്റ് ഇഷ്ടമാണ്, കുഴപ്പമില്ലാതെ കളിച്ചു. ക്രിക്കറ്റിന്റെ ABCD അറിയത്തില്ല? ഉണ്ട്, തീർച്ചയായിട്ടും എല്ലാത്തിനും ഉണ്ട് ABCD. നമ്മള് ഏത് ചാനൽ നല്ല ചോദ്യങ്ങളൊക്കെയാണല്ലോ. ഒന്ന് മാറാവോ, ഞങ്ങളൊന്ന് പോയിക്കോട്ടെ. ഫ്രണ്ടിന്റെ ഒരു പുച്ഛം കണ്ടോ? പുച്ഛം. എല്ലാവരെയും പുച്ഛമാണ്. ക്രിക്കറ്റിന്റെ ABCD അറിഞ്ഞൂടാന്ന് പറയുമ്പോൾ ക്രിക്കറ്റിന്റെ ABCD കൊണ്ടോ എന്ന് വെച്ചാൽ രേണു വളരെ പറഞ്ഞ ABCD കൊണ്ടെന്ന്. അപ്പൊ ഫ്രണ്ട് പറയുന്ന കേട്ടില്ലേ, ഏത് ചാനലാണ് നിങ്ങള്? ഇങ്ങനെ നല്ല ചോദ്യങ്ങളൊക്കെയാണല്ലോ നിങ്ങൾ ചോദിക്കുന്നത്. എത്ര പുച്ഛത്തോടെയാണ് അവർ ചോദിക്കുന്നതും സംസാരിക്കുന്നത്. അവർക്കല്ലേ എല്ലാവരെയും പുച്ഛം. അവരേതങ്ങാണ്ട് വലിയ പിന്നെ ഇങ്ങനെ അവതാരകയാണ്. ബാക്കിയുള്ള ചാനലുകാരും അവരുടേതല്ലാത്ത ചാനലുകാരും അല്ലാതെ ഉള്ള ഇന്റർവ്യൂ എടുക്കാൻ വരുന്നവരും അവതാരകരും എല്ലാവരും കൊള്ളരാത്തവരാണ്. എല്ലാവരോടും അവർക്ക് പുച്ഛം മാത്രമാണ്, പുച്ഛം മാത്രം. അതുകൊണ്ട് എല്ലാവർക്കും അവരോടും പുച്ഛം മാത്രം. വലിയതല്ല, വളരെ വലിയ ഒരു ആരോപണമാണ്. അതിപ്പം എന്തുവാകട്ടെ, സത്യമാണേലും കള്ളമാണേലും അത് എന്റെ പേഴ്സണൽ കാര്യമാണ്. മനസ്സിലായോ? ഒന്നും അറിയാതെ അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് കേട്ടിട്ട് ആവശ്യമില്ലാതെ വൃത്തികേടല്ല വിളിച്ച് പറയേണ്ടതും ഫോൺ വിളിച്ച് പറയേണ്ടത്. എന്തുവാകട്ടെ, ഞാൻ എല്ലാവരോടും ക്ഷമിക്കുന്നതാണ് എല്ലാ കാര്യത്തിലും. ഞാൻ ഇന്ന് കണ്ട് പുള്ളിക്കാരെ കണ്ട് ഞാൻ മൈൻഡ് ചെയ്തില്ല, എന്നോട് മൈൻഡ് ചെയ്തില്ല. അതിന്റെ ആവശ്യമില്ല. അവരുടെ വീട്ടിൽ, അതായത് ഈ ഹനാൻ രേണുവിന്റെ വീട്ടിൽ പോയി നിന്നിട്ടുണ്ട്. വളരെ തിക്കായിട്ട് ക്ലോസ് ഫ്രണ്ട് ആയിരുന്നു. ക്ലോസ് ആയിട്ടിരുന്ന സമയത്ത് രേണു എല്ലാ കാര്യങ്ങളും അങ്ങ് പറഞ്ഞു കേൾപ്പിച്ചു. അത് പിന്നീട് ഒരു അവസരം വന്നപ്പോ രേണുമായിട്ട് തെറ്റി പിരിഞ്ഞപ്പോ അതെല്ലാം ഹനാൻ സോഷ്യൽ മീഡിയയിൽ അങ്ങ് പറഞ്ഞു. എന്റെ പൊന്നെ രേണു. ഇപ്പോ നമ്മുടെ രേണു ചേച്ചിക്ക് വലിയ ഷൂട്ടോ ഉദ്ഘാടനങ്ങളോ ഒന്നുമില്ല, ഒതുങ്ങി വീട്ടിലിരിക്കുവാണ്. എനിക്ക് തോന്നുന്നു രേണു പറഞ്ഞായിരുന്നല്ലോ നേരത്തെ. ഒരു മിനിറ്റ്. അവള് അങ്ങനെയാണ്. നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് എന്നെ പറ്റി? എന്തറിഞ്ഞിട്ടാണ് ഈ നെഗറ്റീവ് പറയുന്ന? ആർക്കും എന്നെ അറിയില്ല. ഞാൻ എന്ത് സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്, ഞാനിപ്പോൾ ഏത് അവസ്ഥയിലാണ് പോകുന്നത്, അല്ലെങ്കിൽ എന്താണെന്നൊന്നും അറിയില്ല. വെറുതെ കളിയാക്കാൻ എല്ലാവർക്കും ഭയങ്കര മിടുക്കാണ്. എന്നെ നേരിട്ട് കണ്ട ആരും എന്തായാലും ഞാൻ എലിയാണെന്നോ പല്ലിയാണെന്നോ ഒന്നും പറയാറില്ല. ഇപ്പൊ രേണു പറഞ്ഞല്ലോ, എന്റെ സാഹചര്യം ആർക്കും അറിയില്ല, ഞാൻ ഏത് അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ആർക്കും അറിയില്ലാന്ന്. അങ്ങനെ പറയാൻ കാരണം എന്താണെന്നോ, ഇപ്പൊ ഇങ്ങനെ പരക്കെ കേൾക്കുന്നുണ്ട് രേണുവിന് എന്തൊക്കെയോ സുഖമില്ലായ്മയൊക്കെ ഉണ്ട് എന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. നമുക്ക് പോകെ അറിയാം. ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഓരോരുത്തരൊക്കെ ഇങ്ങനെ പറയുന്നതായിട്ട് കേൾക്കുന്നതാ. എനിക്ക് തോന്നുന്നുണ്ട് എന്തൊക്കെയോ വൈയായിക ഉണ്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അതിനെപ്പറ്റി ആണെന്ന് തോന്നുന്നുണ്ട് രേണു ഇപ്പൊ പറഞ്ഞത്, ഞാൻ ഏത് അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നറിയില്ല എന്ന്. നമുക്കറിയാം, പോകെ അറിയാം അതിന്റെ സത്യാവസ്ഥ. ഇപ്പൊ ഇങ്ങനെ ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ പറയുന്നതാണ്. എന്തായാലും എത്ര സാഡായിട്ടാണ് രേണു ഇപ്പൊ സംസാരിക്കുന്നത്. രേണു ഇപ്പൊ ആൾക്കാർ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയെന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരെ നിങ്ങൾ തന്നെയാ. ഇങ്ങനെ ഇപ്പൊ പിക്ചർ വരയ്ക്കാൻ, അതായത് ഇങ്ങനെ ഒരു ഡ്രോയിങ് വരച്ചെങ്കിലും ഇങ്ങനെ ആൾക്കാർ ഓരോന്ന് പറയുന്നെങ്കിലും പല്ലിയാണെന്നോ അങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരെ നിങ്ങൾ തന്നെയാണ്. സോഷ്യൽ മീഡിയയിൽ വന്ന് ഓരോന്ന് പറയുകയും ഓരോന്ന് കാണിക്കുകയും, സബ്സ്ക്രിപ്ഷനിലൊക്കെ കാണിച്ചത് എന്തായിരുന്നു ഇപ്പൊ കാണിച്ചുകൊണ്ട് നടന്നത്? ആ രേണുവാണോ ഇപ്പൊ ഈ സംസാരിക്കുന്നത്? സബ്സ്ക്രിപ്ഷൻ എന്തൊക്കെയാണ്. ഇപ്പൊ വേറൊരു വീഡിയോയും കൂടെ ലീക്കായി രേണുവിന്റെ. അതിനകത്തുണ്ടല്ലോ രേണു ഇങ്ങനെ ഡ്രസ്സെല്ലാം ഇങ്ങനെ ഇവിടെ സൈഡൊക്കെ ഇങ്ങനെ മടക്കി വെച്ചും പിന്നെ ഇങ്ങനെ കിടന്നും ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. വേറൊരു വീഡിയോയും കൂടെ ഇപ്പൊ വൈറലായി. അതില് എന്താ ഒരു ജോഷ് രേണുവിന്. ഇപ്പൊ ഇതിനകത്ത് എത്ര സാഡായിട്ടോ നിങ്ങളൊക്കെ എന്താണ് ഇങ്ങനെ പറയുന്നത്, നിങ്ങൾക്ക് കഴിവുണ്ടെന്ന് വിചാരിച്ച് എന്നെ അങ്ങനെ അപമാനിക്കരുത്, അതായതാന്ന് പറയുന്നുണ്ട്. രേണു നീ തന്നെയാണ് പറയിപ്പിക്കുന്നത്. അങ്ങനെയൊക്കെ മാന്യമായിട്ട് ജീവിച്ചിരുന്നോണ്ടേ നിന്നെ ആരും ഒന്നും പറയത്തില്ലായിരുന്നു. ഈ രീതിയിലൊക്കെ കാണിക്കാൻ തുടങ്ങിയത് കൊണ്ടാണ് എല്ലാവരും പറയുന്നത്. അല്ല, ഞാനതല്ല ആലോചിക്കുന്നത്. ഇങ്ങനെ ഈ രീതിയിലൊക്കെ ഈ സബ്സ്ക്രിപ്ഷൻ വീഡിയോകളൊക്കെ ഇടുന്നതും ഈ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഇടുന്നതും ഈ വീഡിയോകളെല്ലാം ഇവിടെ തന്നെ കിടക്കും. ഈ രേണുവിന്റെ ഈ ഋതപ്പൻ കിച്ചുനെ വിട്ടേക്കൂ. കിച്ചു ഇപ്പൊ വലുതായി, കിച്ചുനെ വിട്ടേക്കൂ. ഋതപ്പൻ വളർന്ന് വലുതായി കഴിയുമ്പോൾ ഈ വീഡിയോകളൊക്കെ അവൻ കാണത്തില്ലേ? ആ കൊച്ചു കണ്ടിട്ട് ആ കൊച്ചു പഠിക്കാൻ പോകുമ്പോഴായാലും അല്ലെങ്കിൽ പുറത്തിറങ്ങുമ്പോഴായാലും ഒക്കെ അവന്റെ ഫ്രണ്ട്സ് പറയും, നോക്ക് അവന്റെ അമ്മ ഇങ്ങനെ അഭിനയിച്ചിട്ടുണ്ട്, അവന്റെ അമ്മയുടെ വീഡിയോ ഇങ്ങനെ ഉണ്ട്, വൈറലായിട്ടുണ്ടായിരുന്നു പണ്ട് എന്നും പറഞ്ഞിട്ടൊക്കെ ചോദിക്കുമ്പോൾ പറയുകയൊക്കെ ചെയ്യുമ്പോൾ ആ കൊച്ചിന് എന്ത് നാണക്കേടായിരിക്കും. അതായത് ഋതപ്പൻ കുറച്ച് മുതിർന്നതിന് ശേഷം ഋതപ്പന്റെ കൂടെ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേന് ആ കുട്ടിക്ക് എന്തുമാത്രം വിഷമവും ദേഷ്യമായിരിക്കും. അന്ന് കണ്ടോ ഋതപ്പൻ രേണുവിനെ വെറുക്കും. നിങ്ങൾ ഇങ്ങനെയാണോ പൈസ ഉണ്ടാക്കിയിരുന്നത്, ഇങ്ങനെയാണോ നിങ്ങളൊക്കെ അഭിനയിച്ചിരുന്നത് എന്ന് പറഞ്ഞിട്ട്
ഋതപ്പൻ രേണുവിനെ വെറുക്കും. ആ ഒരു രീതിയിലേക്ക് ആവില്ലേ ഈ രേണുവിന് ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? എത്ര വൃത്തികെട്ട രീതിയിലാണ് ഇപ്പൊ സബ്സ്ക്രിപ്ഷനിൽ രേണു ശരീരഭാഗങ്ങൾ കാണിക്കുന്നത്. അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? അങ്ങനെയൊക്കെ ജീവിക്കേണ്ട കാര്യമുണ്ടോ? ഇപ്പൊ നല്ല പൈസയൊക്കെ ആയില്ലേ, മാന്യമായിട്ടുള്ള വീഡിയോകൾ ഇട്ട് അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് പറയുന്നത് കൊണ്ടോ കുഴപ്പമില്ല, പക്ഷെ ഇങ്ങനെ കാണിക്കുന്നത് എന്തിനാണ് ഈ ശരീരം? നാളെ നിങ്ങളുടെ കുട്ടികൾ വളർന്ന് വലുതായി കഴിയുമ്പം ആ കുട്ടികൾ തന്നെ തിരിഞ്ഞു നിന്ന് നിങ്ങളോട് ചോദിക്കും നിങ്ങൾ എന്തിനാണ് അങ്ങനെ ചെയ്തത് എന്നൊക്കെ. അതിനുള്ള വഴി രേണു ഉണ്ടായി കൊടുക്കുമല്ലോ. ഇപ്പൊ ഇങ്ങനെ ഈ വീഡിയോ ഇപ്പൊ കണ്ടില്ലേ, ആരോ ഒരു കാർട്ടൂൺ വരച്ചതിനെ പറ്റി സംസാരിക്കുന്നത്. ഇതേ കണക്ക് നിങ്ങൾ തന്നെ ഇട്ട് കൊടുക്കുന്നത് കൊണ്ടാണ് ആൾക്കാർ ഓരോന്ന് തിരിച്ചു ചോദിക്കുന്നത്. അത് കണക്ക് നാളെ നിങ്ങളുടെ മകനും ചോദിക്കും. അത് അങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും ഒന്ന് ഒതുങ്ങും, അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഇപ്പം അല്ലാതെ ഒതുങ്ങിയിട്ടുണ്ട്, ഈ സബ്സ്ക്രിപ്ഷനിൽ കിടന്നിട്ടുള്ള അവിടെ ഇവിടെയൊക്കെ കാണിച്ചിട്ടുള്ള ഇതൊക്കെ ഇപ്പോൾ ഉള്ളൂ. അതിൽ കുറച്ചൊന്ന് കുറയ്ക്കൂ, നിങ്ങൾക്ക് അതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയൂ. ഇങ്ങനെ കുറച്ച് രേണു വളരെ സാഡായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് പറയാമെന്ന് വിചാരിച്ചു, അങ്ങനെ പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് നാളെ കാണാൻ മറ്റൊരു വീഡിയോയുമായി. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.